നമസ്കാരം. നമ്മുടെ 5 EV ഇറങ്ങിയിട്ട് 2 മാസവും 15 ദിവസവും കഴിഞ്ഞു. ഇതുവരെ 8189 കിലോമീറ്റർ വണ്ടി ഓടി. അതൊരു 8000 കിലോമീറ്ററിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് ഈ വീഡിയോയിൽ. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, എങ്ങനെയുണ്ട് നിങ്ങളുടെ 5 EV? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ആദ്യമായിട്ട് EV ഉപയോഗിക്കുന്നത്. എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് അഭിപ്രായം ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഡബിൾ ഓക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇതുവരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഞാൻ നേരിട്ടിട്ടില്ല. 2 സർവീസ് കഴിഞ്ഞു. ആദ്യ സർവീസ് 0 ആയിരുന്നു, 1500 രണ്ടാമത്തെ സർവീസ് 7500 ചെയ്തു. അതിന് 1200 ചില ഉറുപ്പിയാണ് വന്നിട്ടുള്ളത്. 2 അലൈൻമെന്റ് 4000-ലും 8000-ലും. ഇത്രയാണ് ഞാൻ ഈ വണ്ടിയിൽ സർവീസ് ചെയ്ത കാര്യങ്ങൾ. മറ്റുള്ള ഒരു വർക്കും എനിക്ക് ഈ വണ്ടിക്ക് വന്നിട്ടില്ല. ഒരു പ്രാവശ്യം ഐറാപ്പിന്റെ മെസ്സേജ് വന്നു, അത് കമ്പനി ശരിയാക്കി. പിന്നെ കമ്പനിയെ തിരിച്ചു വിളിച്ച് ഫ്രീ ആയിട്ട് ഇതിന്റെ റിയർ ബ്രേക്കിന്റെ ആ ബൈക്ക് സെറ്റ് അവർ മാറ്റി. അത് ആ ബാച്ചിൽ മൊത്തം മാറ്റിയതാണെന്ന് പറഞ്ഞു. അതല്ലാത്ത മറ്റ് ഒരു മെസ്സേജോ ഒരു പരാതിയോ എനിക്ക് ഉണ്ടായിട്ടില്ല. 5 EV വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും ന്യൂ ഫേസ് ലിഫ്റ്റ് 2026 ഇറങ്ങിയ 40 ന്യൂ ഫേസ് ലിഫ്റ്റ് വണ്ടിയെ ഇതിന് മുന്നേ ഇറങ്ങിയ പിന്നെ ടാറ്റയുടെ പഞ്ചുമായിട്ടോ ടിയാഗോമായിട്ടോ നെക്സോണുമായിട്ടോ ഒന്നും താരതമ്യം ചെയ്ത് നിങ്ങൾ കേൾക്കരുത്. അത് രണ്ടും തമ്മിലും നല്ല വ്യത്യാസമുണ്ട്. പഴയ പഞ്ചും പുതിയ പഞ്ചും തമ്മിൽ കാര്യമായ മാറ്റങ്ങളുണ്ട്, അതിലൊരു സംശയമില്ല. ഞാൻ 2 വണ്ടി ഞാൻ കാണുന്ന ആളാണ്. ചെറിയ മാറ്റമല്ല, നല്ല മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകൾ കേട്ടിട്ട്, പഴയ പഞ്ചിന്റെ കഥകൾ കേട്ടിട്ട് ആരും പുതിയ പഞ്ചിനെ വിലയിരുത്തരുത്. പിന്നെ 8000 കിലോമീറ്റർ അനുഭവം മാത്രമാണ് ഞാൻ പറയുന്നത്, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ 8000 കിലോമീറ്റർ അനുഭവമാണ്. കാരണം ഈ വണ്ടി 10000-ൽ കൂടുതൽ ഓടിയ വണ്ടി ഞാൻ ഇതുവരെ ആർക്കും കണ്ടിട്ടില്ല, ഒരു റിവ്യൂ ഞാൻ കണ്ടിട്ടില്ല. 8000 കിലോമീറ്ററിൽ ഞാൻ നിരവധി ചുരം കയറിയിട്ട് തന്നെ 5 യാത്രകൾ നടത്തിയിട്ടുണ്ട്, ലോങ് പോയിട്ടുണ്ട്, ഡെയിലി 400 കിലോമീറ്റർ ഓടി വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല യാത്ര നടത്തിയിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ 8000-ന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ 5 EVയെ കുറിച്ച് പറയാൻ ഡബിൾ ഓക്കെയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയില്ല. ഒരു പക്ഷേ പ്രശ്നങ്ങൾ വരാതിരിക്കാം. അത് ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതാണ്.